ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും ഉള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് നമ്മുടെ ഒരു സ്നേഹം നമുക്ക് പുറത്ത് കാണിക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഒട്ടുമിക്ക ആളുകളുടെയും പരാതി എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പേഴ്സൺ അവരുടെ സ്നേഹം എന്നോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് പലരും വിചാരിക്കാം അവർക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ളതായിരിക്കാം. പക്ഷെ അങ്ങനെ ആവണം എന്നില്ല. അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ അത് കാണിക്കാനായിട്ട് കഴിയുണ്ടാവില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്നേഹം കാണിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഹൗ ടു ഷോ അഫെക്ഷൻ, അതായത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം എങ്ങനെയാണ് പുറത്ത് കാണിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഡു യു ഡിഫൈൻ ലവ്, അതായത് സ്നേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ നിർവചിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ആൻസർ തന്നെ ആവണമെന്നില്ല കിട്ടുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്. അത് മാത്രമല്ല ചിലർക്കൊന്നും ഈ ഒരു ലവ് ലാംഗ്വേജസ് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന മറുപടിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താണ് എന്നുള്ളത്. അതായത് ചിലപ്പോൾ അവർ പറയുന്നത് കെയറിങ് ആണ് സ്നേഹം എന്ന് പറയുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും വിശ്വാസമാണ്, അങ്ങനെ പറയുന്ന കുറേ പേരുണ്ടായിരിക്കും. സോ അവർ പറയുന്ന ആ ഒരു പോയിന്റിലാണ് ആ സംഭവം കിടക്കുന്നത്. അതായത് അവർക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അവർ കെയറിങ് ആണ് സ്നേഹം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അവരുടെ മനസ്സിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള നിർവചനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അതൊന്ന് ചോദിക്കുക. സോ അങ്ങനെ അവർ പറയുന്ന ആൻസറിലൂടെ നിങ്ങളോട് ആ ഒരു പേഴ്സണുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്ത് എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത് എന്നുള്ളത് അവരോട് ചോദിക്കാം എന്നുള്ളതാണ്. മേ ബി അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് വേറെ രീതിയിലായിരിക്കാം എന്നുള്ളതാണ്. സോ അത് ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവരെ കുറച്ചുകൂടി കെയർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതിലൂടെയും അവർക്ക് നമ്മളോടുള്ള സ്നേഹം മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് അവർ ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ അറ്റൻഷനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുക നമ്മൾ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് ഈ സംഭവം കിട്ടണം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അവരെന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാനും കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, ഞാൻ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഇന്റിമസി രീതിയാണ് വീക്കായി ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തിൽ ചെറിയൊരു കോട്ടം തട്ടിയിട്ടുണ്ട്, അതായത് രണ്ടുപേർക്കിടയിലുള്ള വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആലോചിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നത്തെ പോലെ അല്ല എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യം അവരോട് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയും നമുക്കിടയിൽ ഇങ്ങനെ ചെറിയ പ്രശ്നമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, സോ അത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആകുമായിരിക്കാം എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആൻസർ കേൾക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏത് ഇന്റിമസി രീതിയാണ് വീക്കായിട്ട് ഇരിക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസും അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന 3 ചോദ്യങ്ങളാണ്. സോ ഈ ചോദ്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാം, എല്ലാവരുടെയും സ്നേഹപ്രകടനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ചിലർക്ക് വളരെ മനോഹരമായിട്ട് അത് പ്രകടിപ്പിക്കാൻ കഴിയും, ചിലർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയണമെന്നില്ല. അത് എന്താ പറയുക, ഓരോ മനുഷ്യരുടെയും വ്യത്യസ്തമായിട്ടുള്ള
സ്വഭാവമാണ്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് സ്നേഹം കാണിച്ചില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു രീതി ആയിരിക്കില്ല അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർ ഏത് രീതിയിലാണ് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ അങ്ങനെ അവരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു മുൻവിധികളോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്നോട് സ്നേഹമില്ല എന്ന് അവരെ മനസ്സിലാക്കാതെയോ നിങ്ങൾ പറയാതിരിക്കുക, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത്. സോ അത്തരത്തിലൊന്നും ചിന്തിക്കാതിരിക്കുക. അങ്ങനെ രണ്ടുപേരും വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്